السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നിങ്ങൾ വന്നിട്ടെത്തുകയും റബീഉൽ അവ്വൽ 12 വളരെ മുട്ടത്തിൽ ഞങ്ങൾക്ക് വന്നുകൊണ്ടുണ്ട്. റബീഉൽ അവ്വൽ 12 വരുമ്പോൾ മുഅ്മിനീങ്ങളായ നാളെ മനസ്സിൽ റസൂലുള്ളാഹി തങ്ങളുള്ള മഹബ്ബത്തും ഈമാൻ യാറാവുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ആ മഹബ്ബത്തിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി തങ്ങളുള്ള ബഹുമാനത്തെ ഭാഗമായിട്ട് പല നിലക്കുള്ള ആഘോഷങ്ങൾ ഞങ്ങളെ രായങ്ങളിലാക്കിക്കൊണ്ടുള്ള റബീഉൽ അവ്വൽ 12 ആക്കിടങ്കത്തെ ഈ ആഘോഷങ്ങൾ റാലികളാവട്ടെ, മൗലിദികളാവട്ടെ, റസൂലുള്ളാഹി തങ്ങളെ മേൽ കൊടുക്കുന്ന ആഹാരങ്ങളാവട്ടെ, റസൂലുള്ളാഹി തങ്ങളെ മദ്ഹികൾ പാട്ടായിട്ടും പ്രസംഗമായിട്ടും അങ്ങനെ മൗലിദിലൂടെയും ഇങ്ങനെ ചൊല്ലിക്കത്തെ വിഷയങ്ങൾ ഇത് വർഷ പോയ പോലെ യാറാവണോ, ഇനിയും മഹബ്ബത്തിന് എനിക്ക് യാറാവണോ, അത് നമുക്ക് പരിശുദ്ധമായ ഇസ്ലാം ദീൻ വളരെ പ്രോത്സാഹിപ്പിച്ച വിഷയമായിരിക്കും. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ചൊല്ലാറുണ്ട്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ചൊല്ലുന്നു, തിങ്കളാഴ്ച 2 നോമ്പ് പിടിക്കുന്ന വിഷയത്തിൽ ഫീഹി ഉലിത്തു, അണ്ടത്തെ നാളിൽ നന്റെ പ്രസവിക്കപ്പെട്ട ഈ ലോകത്തിൽ നിന്നാണ് ബന്ധിക്കത്തെ നാളായിരിക്കണേ, അത് കാണ് തിങ്കളാഴ്ച നോമ്പ് പിടിക്കണേ. റസൂലുള്ളാഹി തങ്ങളെ ജന്മത്തെ വാർത്തകൾക്ക് ആഘോഷിക്കോളുണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് சொன்ன ഹദീസാണ് ഈ ഹദീസ്. വാർത്തകൾക്ക് പ്രത്യേകിച്ചിട്ട് എന്താക്കണോ, ഞങ്ങൾ ആഘോഷിക്കണോ. അങ്ങടിക്കുമ്പോൾ വർഷത്തുകൾക്ക് ആഘോഷിക്കരുത്, എത്രമാത്രം മഹത്വമുള്ള വിഷയമായിരിക്കും. ഈ ഹദീസ് വ്യാഖ്യാനിച്ച് വലിയ ഫിഖ് പണ്ഡിതനായിരിക്കട്ടെ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തന്റെ മദ്ഖലുകളുടെ കിതാബിൽ ചൊല്ലത്, ഇസ്തിഹബാബി ഇബാദത്തിൻ ഖാസ്സത്തിൻ ഫീഹി ഇദ്ഹാറൻ ലിസ്സുറൂരി ബിൽ മൗലിദ്, റസൂലുള്ളാഹി തങ്ങളെ പ്രസവത്തെ ആൽമാരമുന്നൽ പ്രകടിപ്പിക്കുക, ആ ഒരു സന്തോഷത്തെ പ്രകടിപ്പിക്കുക വേണ്ടിയിട്ട് വിശേഷപ്പെട്ട ആരാധനകളെ കൊണ്ട് ഞങ്ങൾ ധന്യമാക്കണോ, വിശേഷപ്പെട്ട ആരാധനകളെ കൊണ്ട് ഞങ്ങൾ ധന്യമാക്കണോ. ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളെ, തിങ്കളാഴ്ച 2 നോമ്പ് പിടിക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാവുന്ന വിഷയമേ അത് ചെന്നിട്ടു. ആ ഹദീസ് നിങ്ങൾക്ക് സൂചനാക്കണമേ ഈ ഒരു വിഷയമായിട്ട് ചെന്നിട്ടും ഇബ്നുൽ ഹാജർ റളിയല്ലാഹു അൻഹു എത്രയോ വർഷങ്ങൾക്ക് മുന്നൽ ചെന്നെങ്കിൽ വിഷയമായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് വ്യാഖ്യാനിച്ചു ചൊല്ലു, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്താക്കട് അഖീഖത്ത് കൊടുക്കും. അഖീഖത്ത് ചൊല്ലത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരേപെട്ടാണ് സുന്നത്തുള്ളത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനത്തിന് വേണ്ടിയിട്ട് അഖീഖത്ത് അബ്ദുൽ മുത്തലിബ് പണ്ടേ കൊടുത്തിട്ടായി ഉപ്പാപ്പ. ഇതിന് ഇപ്പോൾ അഖീഖത്ത് എന്ത് റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കടേ, അത് ശുക്റൻ ബിമൗലിദിഹി, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രസവത്തെ സന്തോഷിച്ചിട്ട് അതുക്കൊരു അനുഗ്രഹമായിട്ട് കൊടുത്തെങ്കിൽ അഖീഖത്താണ് എന്നിട്ടാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുള്ളേ. അപ്പൊ തന്റെ ജന്മത്തെ സന്തോഷിച്ചിട്ട് ആഹാരം കൊടുത്തത് ഞങ്ങൾ മാത്രം ഇന്നലെ ഉണ്ടാക്കിയതല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതത്തിലെ ആ പ്രസവത്തെ സന്തോഷിച്ചിട്ട് ആഹാരം കൊടുത്തിട്ട് നമുക്ക് പരിപാടി തന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച ആ നാൾ യൗമ വലദിഹി യൗമ മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 നാഖ 100 ഒൻട്ട അർത്ഥത്ത് കൊടുത്തുകൊണ്ട് കിതാബു ശമാലി ചൊല്ല കിതാബിൽ ചൊല്ലതായിട്ട് കണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഉന്നത ആഹാരമായിരിക്കട്ടെ ബാർലി ബാർലി പാവത്തങ്ങൾക്ക് സ്വതക കൊടുത്തു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച നാളിനെ ബഹുമാനിച്ചിട്ട് പിന്നെ ആര് എന്ത് വേണമെന്ന് തെളിവ്
ഇതിനാണ്ടി അപ്പുറത്തെ തെരുവ് എന്തിനു വേണു? റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ച സന്തോഷത്തിൽ എന്താക്കിട്ട് ആ അഖീഖത്ത് കൊടുത്തു, അഥവാ ആഹാരം കൊടുത്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഒന്നാമത്തെ ഖലീഫ 100 വണ്ട കൊടുത്തു. സ്വഹാബി പ്രമുഖനായ നായകനായിട്ട് അബൂബക്കർ റളിയല്ലാഹു ആഹാരം കൊടുത്തു. ഇതെല്ലാം മനസ്സിലാക്കിയ ഞങ്ങ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ എത്ര നാൾ കൊണ്ടാടിയും മയ്യാവല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു 6-ാം നൂറ്റാണ്ടിൽ വഫാത്തായ വലിയ പണ്ഡിതനാണ്. ആയിരക്കണക്ക് കിതാബ് രചിച്ച മഹാനാണ്. ആ മഹാപണ്ഡിതൻ ചൊല്ലു മക്കത്തിൽ മൗലിദുണ്ട, മദീനത്തെ മൗലിദുണ്ടാണ്ട് ചോദ്യം കേട്ടോണ്ട് വരണ്ട. മക്കയും മദീനത്തിലും അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇണ്ടും വിതരണം ചെയ്യപ്പെട്ടെങ്കത്തെ ഹിജറി ഇതര സാധാരണ 800 വർഷത്തിന് മുന്നിൽ വന്നെങ്കത്തെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ആണ് ചൊല്ലേ ഹറമൈനി ശരീഫ് മക്കത്തിലും മദീനത്തെ ആൽമാർ. മനസ്സിലാക്കണോ? മക്കത്തെയും മദീനത്തെ ആൽമാർ, വൽ മിസ്രി വൽ യമൻ, മിസ്ർ ഈജിപ്തിന്റെ ആൽമാർ, യമന്റെ ആൽമാർ, ഷാമിന്റെ ആൽമാർ മാത്രമല്ല യൗന മിനൽ മശ്രിഖി വൽ മഗ്രിബ് പൂർവത്തെ പിടിച്ച് പശ്ചിമത്തോട്ട് സർവ്വമാൽമാരും യഹ്തഫിലൂന ബിമജ്ലിസി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദ് ആഘോഷിച്ചുകൊണ്ടിരുന്നാർ. റസൂലുള്ളാഹി തങ്ങളെ മേൽ തുടർന്ന് മയ്യാവലെ നബി തങ്ങൾ ചൊല്ലുന്നതുപോലെ ആക്കി മയ്യാവലെ ലോകത്തുള്ള മക്കത്തെയും മദീനത്തെ ചരിത്രമാണ് ഞങ്ങൾ പഠിക്കണായത്. 200-300 വർഷത്തിൽ വന്നിട്ട് ഊടെ നടന്നെങ്കിൽ പുതിയ പുതിയ ആചാരത്തെ എല്ലാം ഞങ്ങൾ തെളിവായിട്ട് പിടിക്കണായത്. അയാൾ അയോണ്ട് വന്ന വിഷയമായിട്ട് കണ്ടിന്യൂ നടന്നുകൊണ്ടുള്ള അയാൾ ആ വർഷത്തെ വിഷയമല്ല ചൊല്ലേ ചൊന്നെങ്കിൽ ഹിസ്റ്ററി പണ്ഡിതനാണ്. ഇബ്നുൽ ജൗസി റളിയല്ലാഹു വലിയ ചരിത്ര പണ്ഡിതനാണ്. ചരിത്ര കിതാബ് 10ഓളം ജുസുള്ള ചരിത്ര കിതാബ് എഴുതിയ മഹാനാണ്. അയാൾ ഹിസ്റ്ററി ചൊല്ലോ മക്ക മദീന മിസ്ർ യമൻ അടക്കമുള്ള എല്ലാ രാജ്യത്തിലും ഈ ഈദ് മിലാദ് ആചരണക്കൊണ്ടിരുന്നാർ. യഫ്റഹൂന ബിഖുദൂമി ഹിലാലി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന്റെ ചന്ദ്രകണ്ടെങ്കിൽ പിന്നെ ഒരു സന്തോഷമാണ്. എന്നിട്ട് റബീഉൽ അവ്വൽ 12 യഗ്തസിലൂന കുളിച്ചിട്ട് യൽബസൂന ബിസിയാബിൽ ഫാഖിറ ഉന്നതമായ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിട്ട് എന്തെല്ലാം ചന്താകുവാട് ആ നിലക്ക് ചന്തായിട്ട് എത്തയ്യമൂന സെന്റിട്ടിട്ട് സുർമയിട്ടിട്ട് എല്ലാ സന്തോഷമായിട്ട് ആൽമാരം നിലക ബർവാർ. എന്നിട്ട് അണ്ടത്തെ നാൾ മൗലിദ് നല്ല ശ്രദ്ധയോടുകൂടെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഖിറാഅത്തുൽ ലിമൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിന്റെ മജ്ലിസിൽ നല്ല ശ്രദ്ധയോടെ വന്ന് ദയിക്കുക. എന്നിട്ട് ഇത് കൊണ്ടിട്ടു എന്ത് കിട്ടൂ? യനാലൂന അജ്റൻ ജസീല, അതൊരു ഹുക്മയിൽ ചൊല്ലി ഇത് കൊണ്ടിട്ടു വലിയ പ്രതിഫലമാണ് കിട്ടേ. എന്നിട്ട് അനുഭവ സത്യമാണ്. മൗലിദാക്കിയ വർഷ, മീലാദ് ആഘോഷിച്ച വർഷ ആ റായത്തിൽ കസ്റത്തുൽ ഖൈരി വൽ ബറക, ബറകത്തും ഖൈറും ചമ്മ കിട്ടേ, സലാമത്തി വൽ ആഫിയ രക്ഷയും ആഫിയത്തും കിട്ടേ, സഅത്ത് റിസ്ക് വിശാലത കിട്ടേ. അതുപോലെ ഇതെല്ലാം ഹബീബനാ റസൂൽ എന്തായിട്ടിക്കടെ ഔത്തുൽ വലിയ ബറകത്ത് കിട്ടൂ, അമ്ന റായത്തിൽ നിർഭയത്വം കിട്ടൂ. വിബറക്കത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ആഘോഷിച്ച കാരണത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് ലോക ചരിത്രമായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ചൊല്ലേ. ഇനിയും നോക്കണു, റസൂലുള്ളാഹി തങ്ങളെ മീലാദ് ആഘോഷിച്ചത് ഭൂമിയിൽ മനുഷ്യന്മാർ മാത്രമല്ല ആകാശം വരെ റസൂലുള്ളാഹി തങ്ങളെ മീലാദ് ആഘോഷിച്ചത്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ട കവിയാണ്. ആ മഹാൻ ചൊല്ലുന്നാണ് 7 വർഷത്തമായ 8 വർഷത്തമായ കിടാവായി നിന്ന ടൈമിലാണ് റസൂലുള്ളാഹി തങ്ങൾ പ്രസവിക്കടേ. ഒരു യഹൂദിയായ മനുഷ്യൻ അണ്ടത്തെ നാല് വലിയൊരു ശബ്ദമാണ് ശബ്ദിച്ചിട്ട് ചൊല്ലയാ മഅ്ശറ യഹൂദ്, ഓ യഹൂദികളെ, ഇണ്ട് നിങ്ങളെ കൂട്ടത്തിൽ ഈ രായത്തിലെ എവിടമാ ഒരു കിടാവുടെ പെത്ര അമ്മാനക്ക് വന്നില്ല നോക്കുമ്പോ നിങ്ങൾ നോക്കോറ് പഠിച്ചു നോക്കോറ് പെത്തര് എന്തേ
ഇണ്ട് ആകാശത്തിൽ ഒരു ചോന്ത നക്ഷത്രം കണ്ടോണ്ടുണ്ടോ? ആ ചോന്ത നക്ഷത്രം ഈ ലോകത്തിൽ കണ്ടെത്തുണ്ടായെങ്കിൽ ഖുറൂജ് നബി, ഒരു നബി വന്ന് നബി പ്രകടനമായിട്ട് അഹ്മദ്, ഇനി ബാക്കിയുള്ളത് അഹ്മദ് നബി മാത്രമായിട്ട്. അതായത് ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ മാത്രമേ ബാക്കിയുള്ളേ. കിതാബുകൾ പണ്ടത്തെ കിതാബ് വ്യാഖ്യാനിച്ചിട്ടാണ് യഹൂദി അണ്ട് ദീനില്ലാത്ത കാലല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പണ്ട് കാലത്തോട് ദീനുണ്ട്, യഹൂദി നസ്രാനി പോലത്തെ ഇന്ന്. അപ്പൊ അങ്ങനെ കിതാബ് വ്യാഖ്യാനിച്ച് കണ്ടു ചെന്നു. പിന്നെ ഈ യഹൂദി റസൂലുള്ളാഹി തങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇസ്ലാം അത് സ്വീകരിച്ചിട്ടിപ്പോ അണ്ടത്തെ സംഭവമാണ് യഹൂദി ചൊല്ലത്. അപ്പൊ ആകാശത്തിൽ വരെ നക്ഷത്രം വരെ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ പ്രസവത്തെ ആഘോഷിച്ചില്. ഇബ്നുൽ ഉമയ്യാദ് റളിയല്ലാഹു അൻഹു അറബ് ചൊല്ലുന്ന കിതാബിൽ ചൊല്ലു അന്നഹു ഈദുൻ മിൻ അഅയാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഒരു വലിയൊരു പെരുന്നാളാണ് മീലാദ് ചൊല്ലത്. മനുഷ്യന്മാർക്ക് സന്തോഷിക്കുള്ള എല്ലാ അവകാശവും ആ മീലാദ് നാൾ മുൻപ് ചെന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ പടിപാട്ട്. അബൂ ചൊല്ലു ഇത്തിഹാദൽ വലീമ, നല്ല ആഹാരം ഉണ്ടാക്കിയിട്ട് ആൽമാരെ വിളിച്ചിട്ടുണ്ട് കൊടുക്കുന്നത് മുസ്തഹബ്, പ്രത്യേകിച്ചിട്ട് സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങളെ ടോട്ടലി എപ്പോഴും സുന്നത്താണ് ആൽമാർക്ക് ആഹാരം കൊടുക്കണേ, ആൽമാരെ ഗമ്മത്താക്കടെ എപ്പോഴും സുന്നത്തുണ്ട്. പക്ഷെ റസൂലുള്ളാഹി തങ്ങളെ പ്രസവത്തെ സന്തോഷിച്ചിട്ട് ഈ ഒരു ആഹാരം കൊടുത്തെങ്കിൽ അത് കിട്ടിയ കൂലി എത്ര മാത്രമായിരിക്കോ? വിശപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ മൗലിദിനെ ബഹുദരം ಅದಕ್ಕೆ വേണ്ടിയിട്ട് ನಾವು എന്ത് ചെലവാക്കിയും അല്ലാഹുവിന്റെ മറ്റ വലിയൊരു കൂലിയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി അല്ലാഹു ചൊല്ലു നണ്ടട്ട മീത്ത് ഉഹുദ് പർവതത്തത്ര ബംഗാർ ഇന്നെങ്കിൽ ലംഫഖ്തുഹു ഫീ ഖിറാഅത്ത് അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹി. അതിനെ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദിന് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചൊല്ലെ ഫഖദ് ഫാസ ബിൽ ഈമാൻ, മൗലിദിന്റെ മജ്ലിസ് കൊടുത്തു പോയി ദച്ചെങ്കിൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു പോയാ. മനുഷ്യ മൗലിദ് ഉണ്ടാക്കിയിട്ട് ആൾമാരെ വിളിച്ചിട്ട് വിളിച്ചെല്ലാം കത്ത് മാണ്ടിയിട്ട് നല്ല ബഹുമാനിച്ചിട്ട് സെന്റർ ലൈറ്റ് ഇട്ട് ഒരു മൗലിദ് ആക്കിയുണ്ടായെങ്കിൽ ഖിയാമത്ത് നാൾ ഒന്നാം വിഭാഗത്തോടു കൂടെ ഓടുകയോ സ്വർഗത്ത് ഒരുമിച്ച് കൂടുക സാധ്യമാവണോ? ഇമാം യാഫി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദിന് വേണ്ടി ചങ്ങായിമാരെ കൂട്ടിയ ആഹാരം ഒരുക്കിയ ചന്തത്തെ വ്യവസ്ഥയിലാക്കിയെങ്കിൽ സ്വാലിഹീങ്ങളോടുകൂടെ ശുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂടെ ഭാഗ്യം കിട്ടേണ്ടി ഇനിയും എത്രമാത്രം ഇമാമീയ വിഷയത്തിൽ ചൊന്നറാറ്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ മക്കളെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന ഞങ്ങളെ മക്കളെ മംഗലത്തിന് വേണ്ടിയിട്ട് എത്ര 10-15 ആഘോഷങ്ങൾ ആക്കട. അവർക്ക് ചെറിയ പെണ്ണ് നോക്കട്, പിന്നൊരു വലിയ പെണ്ണ് നോക്കട്, പിന്നൊരു ഉറപ്പൂറ, പിന്നൊരു ആട് ഈട് മൊയിലാഞ്ചി എന്തെല്ലാം ചെലവാക്കട. എല്ലാത്തിനും ഇസ്ലാം നീ പ്രോത്സാഹനം കൊടുത്തില്ല. പ്രോത്സാഹിക്കട ചൊല്ല ആക്കിയുണ്ടല്ലോ വിശേഷമുണ്ടേ. അപ്പൊ തമ്മിങ്ങൊന്ന് വേരന് നീ അതിൽ പിന്നെ പെത്തിട്ടാകുമ്പോൾ 7 ഒരു വേര 40 ഒരു വേര വർഷത്തിൽ എത്ര ഘോഷണ ഞങ്ങൾ ഔത്തുള്ള ആക്കിക്കൊണ്ടുള്ള എന്തെങ്കാ ഏറ്റവും വലിയ ഘോഷണാക്കണായത് ആഘോഷാക്കണായത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ സർവത്തെയും സൃഷ്ടിക്കുകാരനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ആഹാരമാണ് ഏറ്റവും വലിയ ബഹുമാനമുള്ള ആഹാരം. ആ നിലക്ക് ബഹുമാനിക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് കിട്ടിയ എല്ലാ നേട്ടങ്ങൾ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചത് കൊണ്ടും മൗലിദാക്കിയത് കൊണ്ടും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്നിട്ട് ആ റസൂലുള്ളാഹി തങ്ങളുടെ തൃപ്തി ഇനി ആ വാഹത്ത് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.